എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് പഴവും ചേർത്ത് കൊടുക്കുന്നില്ല. ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് റെഡിയാക്കി ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ണിയപ്പത്തിന് ശർക്കര ഉരുക്കുമ്പോൾ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ശർക്കര ഉരുക്കിയെടുക്കാൻ. ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ആദ്യം ശർക്കര ഉരുക്കി വെക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള മിക്സുകളൊക്കെ ചേർക്കുന്ന സമയത്ത് ആകുമ്പോഴേക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടുകയുള്ളൂ. ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ള അളവിനനുസരിച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും. അടുത്തതായി ചെയ്യേണ്ടത് ഇത് 1/4 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായുമാണ്. ഇത് സാധാരണ ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ജീരകമാണ്. ഇതുപോലെ ഒരു കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. 4 കപ്പ് വറക്കാത്ത അരിപ്പൊടിയാണ് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 3 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചത് അവസാനമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറും കുറച്ച് ശർക്കരപ്പാനിയിലൊന്ന് അരച്ചെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ശർക്കരപ്പാനി എല്ലാം ഒന്ന് അരിച്ചു വെക്കണം. ഇവിടെ തേങ്ങ ചിരകിയതും ചോറും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കൂട്ട് എടുത്തു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയും അരച്ചു വെച്ച കൂട്ടും കൂടെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ശർക്കരപ്പാനിയും കൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിപ്പം ബാറ്ററിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇത് കുറച്ച് ലൂസാണ്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബാക്കി ആ 1 കപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഈ വീഡിയോയിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാകം മനസ്സിലാകും. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് ഈ ഒരു പാകത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം നന്നായിട്ട് ചതച്ചെടുത്തതും 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കണം. കുറേ സമയത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ കയറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇതുപോലെ പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.